അലാസ്കയിൽ ട്രംപും പുടിനും തമ്മിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് വൻ വിജയമൊന്നും ആയില്ല. പക്ഷേ പല പല കാര്യങ്ങളാണ് ഇപ്പം കിംവദന്തികളാണ് കേൾക്കുന്നത്. ഈ വന്നത് പുടിനല്ലെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ കേൾക്കുന്നുണ്ട്. പുടിനല്ല, പുടിൻ്റെ ക്ലോണാണ് വന്നത്, ഡമ്മിയാണ്, ബോഡി ഡബിൾ ആണ് എന്നൊക്കെ കേൾക്കുന്നത്. പിന്നെ കേൾക്കുന്ന മറ്റൊരു കാര്യം, ഈ മീറ്റിങ്ങിൻ്റെ സമയത്ത് F-35 അറിയായിരിക്കുമല്ലോ, തിരുവനന്തപുരത്ത് കിടന്ന 5ാം തലമുറ വിമാനം. ഇത് അമേരിക്കയുടെ ഒരു പ്രോഡക്റ്റാണ്, അമേരിക്കയുടെ ഉൽപ്പന്നമാണ്. ഈ F-35 വിമാനം ഈ അലാസ്കയിൽ ഈ യോഗം നടന്നതിൻ്റെ മുകളിലൂടെ ആ ഒരു കെട്ടിടത്തിൻ്റെ മുകളിലൂടെ F-35 പറന്നതായി പറയപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ വലിയ വാർത്താ പ്രാധാന്യം നേടുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ വിജയ് പറഞ്ഞതുപോലെ തുടക്കത്തിൽ ഈ സദാം ഹുസൈനൊക്കെ ഇതുപോലെ അപരന്മാരുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ പുടിനും അപരന്മാരുണ്ട്. വന്നത് പുടിനല്ല, വീർത്ത കവിളുകൾ, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള ആളാണ് വന്നത്. പിന്നെ അപ്പോൾ അപരനായ പുടിന് മുന്നിലാണോ അമേരിക്ക ചുമന്ന പരവതാനി വിരിച്ച് സൈനികർ മുട്ടുകുത്തി നിന്ന് വരവേറ്റത്? പുടിനെ ട്രംപിന് ഒരു തരത്തിലുമുള്ള വിശ്വാസമില്ല. ഏതെങ്കിലും വഴിക്ക് തന്നെ തീർക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തനിക്കെതിരെ ഒരു നീക്കം നടത്താനോ ട്രംപ് ശ്രമിക്കുമോ എന്നുള്ള ഒരു ഭയം പുടിന് ഉള്ളത് കൊണ്ടാണോ പുടിൻ ഇനി അപരനെ വിട്ടെന്നൊക്കെയുള്ള ഒരു ചോദ്യമുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ചോദ്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിലൊന്നും വാസ്തവമില്ല. വന്നത് പുടിൻ തന്നെയാണ്. പുടിനെ വളരെ സ്വീകാര്യമായി തന്നെയാണ് അമേരിക്ക വരവേറ്റതും ഒക്കെ ചെയ്തത്. പുടിൻ വരുന്നതിന് മുൻപ് തന്നെ ഈ F-35 പോലുള്ള 5ാം തലമുറ വിമാനങ്ങൾ ആകാശത്ത് മുഴുവൻ വട്ടമിട്ട് പറന്നു എന്നാണ് പറയുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ റഷ്യയുടെ ഭാഗത്തു നിന്നൊരു നീക്കം ഉണ്ടായാൽ അതിനെ ചെറുക്കാനുള്ള എല്ലാ നടപടികളും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളതിന്റെ ഒരു സൂചന ട്രംപ് പുടിന് നൽകിയതാണ് ഈ F-35 ആകാശത്ത് കിടന്നിങ്ങനെ കറങ്ങുന്നത്. പക്ഷേ ട്രംപിനറിയാമോ എന്നറിയില്ല, ഈ F-35 കേരളത്തിൽ വന്ന് ഏകദേശം 29 ദിവസം ഇവിടെ കിടന്ന് ഇവിടെ ട്രോളുകളായി. അങ്ങനെ ബ്രിട്ടനിൽ വരെ ഇത് ട്രോളായതിനു ശേഷമാണ് ഇവിടെ നിന്ന് ഇത് പറന്നു പൊങ്ങിയത്. അത് ഇപ്പോഴും ബ്രിട്ടനിൽ എത്തിയിട്ടില്ലെന്നാണ് പറയുന്നത്. ഇടയ്ക്ക് ജപ്പാനിലോ പിന്നെ ജർമ്മനിയിലോ ഇവിടെ ഇടിച്ചു നിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. F-35 ആണിപ്പോൾ പിന്നെ പുടിൻ വന്നപ്പോൾ പുടിനെ നിരീക്ഷിക്കാനായി അമേരിക്കയുടെ മുകളിൽ കിടന്ന് പറന്നത് എന്നാണ്. അതെ, പറന്ന പ്ലെയിനിന്റെ യോഗ്യത എങ്ങനെയുണ്ട്? പുടിനെ നിരീക്ഷിക്കാൻ വേണ്ടി പറന്ന പ്ലെയിനാണ്. അതെ, പുടിന്റെ തലയിലൂടെ അതിന് വീഴാത്ത ഭാഗ്യം നിരീക്ഷിക്കാൻ വന്നിട്ട്. ഒരു ലോകമഹായുദ്ധം ഉണ്ടായത് അത് ഒഴിവായി പോയി. ഒരു ഭൂതാലോക മഹായുദ്ധത്തിന് ട്രംപ് എന്താ പറയുക, പിന്നെ ആക്കം കൂട്ടിയതാണ്. പക്ഷെ നടന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ട്രംപ് വിചാരിച്ചതുപോലുള്ള ഒരു കാര്യങ്ങളും പുടിൻ വന്നിട്ട് നടന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പുടിനെ വിരട്ടിക്കൊണ്ട് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം തകർക്കാമെന്നാണ് ട്രംപ് വിചാരിച്ചത്. പക്ഷെ ഇനി വന്നു കയറിയപ്പോൾ പുടിൻ തന്നെ ട്രംപിനോട് പറഞ്ഞു, മര്യാദയ്ക്ക് ഇന്ത്യക്ക് മേലുള്ള തീരുവകളെല്ലാം നിർത്തിക്കോ, ഇല്ലെങ്കിൽ ഞങ്ങൾ വയ്ക്കാൻ പോണ പണി ഏത് വഴിക്കാണെന്ന് അറിയില്ല. ട്രംപ് അപ്പൊ പറഞ്ഞത്, ട്രംപ് അതല്ല, അങ്ങനെ അമേരിക്ക താഴ്ത്തി കൊടുക്കാൻ പറ്റില്ല. ട്രംപ് അപ്പൊ പറഞ്ഞത് ഇന്ത്യക്കുള്ള പണിയല്ലേ, അത് നിനക്കുള്ള പണിയല്ലേ, അതുപോലും നമ്മൾ മാറ്റൂല എന്നാണ് ട്രംപ് തിരിച്ചു മറുപടി. ഇന്ത്യയുടെ കാര്യം രണ്ടാമത്തത് എന്നാണ് പറഞ്ഞത്. അല്ല, അപ്പൊ ഈ പക്ഷെ അങ്ങനെ പറഞ്ഞെങ്കിൽ, ഞാൻ പറഞ്ഞത് ഇവര് സൗഹൃദപരമായിട്ടുള്ള സംഭാഷണം നടത്തി ഇവർ തമ്മിലുള്ള ഈ എന്താ പറയുന്ന അല്ലാത്ത ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു ശത്രു രാജ്യങ്ങൾ എന്നുള്ള രീതിയിലുള്ള അവരുടെ തമ്മിലുള്ള ഇടപെടലുണ്ടല്ലോ, അതൊന്നും തന്നെ അവർ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. പക്ഷെ ഈ പുറത്തു വിട്ട കാര്യങ്ങളിൽ നിന്ന് മനസ്സിലായത് ഇവർ തമ്മിലൊരു ചേർച്ച, എന്താ പറയുന്നത്, ചേർച്ചക്കുറവ് അല്ലെങ്കിൽ ഒരു രസക്കേട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. കാരണം എന്ന് വെച്ചാൽ അമേരിക്ക റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തിയ സമയത്ത് പിന്നെ റഷ്യയെ സഹായിക്കാൻ വന്ന ഏക രാജ്യം ഇന്ത്യയാണ്. റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങിക്കൊണ്ട് റഷ്യയെ സാമ്പത്തികമായി സഹായിക്കാൻ വന്ന രാജ്യം ഇന്ത്യയാണ്. സ്വാഭാവികമായ റഷ്യക്ക് ഇന്ത്യയോടൊരു കൂറുണ്ടാവുന്നതിൽ അതിശയപ്പെടാനൊന്നുമില്ല. അപ്പോൾ ഇന്ത്യ വാങ്ങുന്നത് കൊണ്ടാണ് മറ്റ് രാജ്യങ്ങൾ റഷ്യയുമായി പിന്നെ മറ്റേ ബിസിനസ്സുപരമായ എണ്ണ വാങ്ങുന്ന കാര്യങ്ങളിലൊക്കെ നീങ്ങിയത്. അങ്ങനെ സാമ്പത്തികമായി റഷ്യയെ സഹായിച്ചതും ഇന്ത്യയിലൂടെയാണ് എന്നുള്ളതാണ്. അതായത് ഇന്ത്യ പിന്തുടർന്ന അതേ മാർഗം അവരും പിന്തുടർന്നു എന്നുള്ളതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ലക്ഷ്യം, ഇന്ത്യ ഒരിക്കലും ഒരു യുദ്ധത്തിനോ ഒരു സംഘർഷത്തിനോ ഒരു പ്രശ്നങ്ങൾക്കോ മുന്നിട്ട് ഇറങ്ങുന്ന ഒരാളല്ല ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത്. ഇന്ത്യ എപ്പോഴും സമാധാനം കാക്ഷിക്കുന്ന ഒരു രാജ്യമാണ്. പ്രശ്നങ്ങൾക്കൊന്നും ഇറങ്ങൂല, മിണ്ടാതിരുന്ന് സപ്പോർട്ട് ചെയ്യുള്ളൂ. യുക്രൈനിൽ നടക്കുന്ന യുദ്ധത്തിന് ഇന്ത്യ ചെയ്യുന്നത് തെണ്ടിത്തരം തന്നെ പറയേണ്ടി വരും. കാരണം യുക്രൈനിൽ ഇത്രയും ജനങ്ങളുടെ ജീവൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ പൗരന്മാർക്കും. അവിടെ വന്നിട്ട് അവിടെ ഈ റഷ്യ ചെയ്യുന്ന കൂട്ടക്കൊലയ്ക്ക്
ഇന്ത്യ മൗനാനുവാദം നൽകുകയാണ്. അവർ അമേരിക്കയിൽ പറയുന്ന ഒരു കാര്യം സത്യമാണ്. അതായത് ഈ ഇന്ത്യ വാങ്ങിക്കുന്ന എണ്ണയിൽ യുക്രൈൻ പൗരന്റെ രക്തമുണ്ട് എന്നുള്ളത്. അമേരിക്കയ്ക്ക് അത് പറയാനുള്ള യോഗ്യതയുണ്ടല്ലോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷെ പറയുന്ന കാര്യം കള്ളുടിയൻ പറഞ്ഞാലും മദ്യപാനം ശരീരത്തിന് ആപത്താണെന്ന് കുടിയൻ പറഞ്ഞാലും കാര്യമാണല്ലോ അത്. അപ്പം അല്ല അവിടെ ഒരു അതാണ് പറയുന്നത്. അപ്പം ഇന്ത്യ ഈ കാലാകാലമായിട്ട് ഈ ചേരി ചേരാതായോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബാക്കി കൂടെ കാണിക്കുന്ന ഉടായ്പ ലോകത്തിന് മൊത്തം അറിയാം. ഇത് ഈ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എന്നും ഇന്ത്യയെ സോവിയറ്റ് യൂണിയന്റെ കൂട്ടാളിയായിട്ടാണ് കണ്ടിട്ടുള്ളത്. അത് ഒരിക്കലും ഇന്ത്യ നിഷ്പക്ഷ രാജ്യമാണെന്ന് പറയാൻ പറ്റില്ല. യുക്രൈനിൽ ഈ ഇന്ത്യ കാണിക്കുന്ന മൗനം തെറ്റ് തന്നെയാണ്. തെറ്റെന്ന് തന്നെ പറയണം. അല്ല, ഉക്രൈനിൽ ഇപ്പൊ ഇന്ത്യ എന്ത് നിലപാട് നിലപാട് സ്വീകരിക്കുക എന്നുള്ളതല്ല, എണ്ണ വാങ്ങിക്കുന്നത് വഴി ഈ അമേരിക്കയെ ശക്തിപ്പെടുത്തും. അത് യൂറോപ്യൻ മറ്റുള്ളവർ ചെയ്യുന്നത് കൊണ്ട് നമ്മളും ചെയ്യുന്നു അതല്ല. അത് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ഇന്ത്യ അത് ചെയ്യുന്നുണ്ട്. ഇന്ത്യ റഷ്യ അങ്ങനെ വാങ്ങിയില്ലെങ്കിൽ റഷ്യയിലെ ജനങ്ങളുടെ ഒരു അവസ്ഥ റഷ്യയിലെ ജനങ്ങളുടെ അവസ്ഥ റഷ്യ അങ്ങനെ നമ്മൾക്കല്ല. റഷ്യയാണ് ഇവിടെ എന്താ പറയുക അധിനിവേശ ശക്തി. അപ്പൊ റഷ്യക്ക് നമ്മൾ അവിടെ പിന്തുണ നൽകുന്നത് പോലെയാണ്. അതായത് നമ്മൾ ഇതേ ന്യായം തന്നെ പാകിസ്ഥാനെ പറയും. അതായത് പാകിസ്ഥാന് നമ്മൾ ഇവിടുന്ന് ഈ വിരോധങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും ഈ അവിടുന്നുള്ള ഈ ക്രിക്കറ്റ് താരങ്ങളെയൊന്നും ഇവിടെ കൊണ്ടുവരരുത്. കാരണം അവർക്ക് കിട്ടുന്ന പൈസ എല്ലാം തീവ്രവാദത്തിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളിവിടെ റഷ്യയെ പിന്തുണയ്ക്കുമ്പോൾ ഇത് എങ്ങോട്ടാണ് പോകുന്നത്? യുക്രൈനിലെതിരെയുള്ള ആക്രമണങ്ങൾക്ക് അവർ അതിനു വേണ്ടിയാണ് പൈസ ഉപയോഗിക്കുന്നത്. അല്ല, ഉക്രൈനും ഇപ്പൊ നാറ്റോയിൽ തങ്ങൾക്ക് അംഗമാകണമെന്ന് പറഞ്ഞാണല്ലേ അങ്ങനെ അവർക്ക് ആഗ്രഹിക്കുമ്പോൾ അത് പറ്റില്ല എന്ന് പറയാൻ റഷ്യ ആരാണ്? അല്ല, ഉക്രൈനും കൂടി തങ്ങളോടൊപ്പം ചേരണമെന്നല്ലേ റഷ്യ പറയുന്നത്. അത് അങ്ങനെ ഒരു രാജ്യത്തിന് ഒരു സ്വതന്ത്ര രാജ്യത്തിനോട് പറയാൻ റഷ്യക്ക് എന്ത് അധികാരമാണുള്ളത്? റഷ്യക്ക് അധികാരമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. അതെന്തോ ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ അവിടെ അതിന്റെ രാഷ്ട്രീയം. പക്ഷെ അവിടെ ഈ ജനങ്ങളെ കൊന്നൊടുക്കുന്ന അധിനിവേശ ശക്തി തന്നെയാണ് റഷ്യ. അതാ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഇസ്രായേലിൽ കൊന്നൊടുക്കുമ്പോൾ നമ്മൾ ഈ ഇസ്രായേലില് ഇത് പറയും, റഷ്യ ഇവിടെ ചെയ്തു കൊടുക്കുക. അത് ഈ ചില ഹമാസിനെ പിന്തുണയ്ക്കുന്നവരെ കണ്ടിട്ടുണ്ടായിരിക്കും. ഹമാസ് അവിടെ കൊന്നൊടുക്കുന്നേ ഇസ്രായേൽ അവിടെ കൊന്നൊടുക്കുന്നേ, പലസ്തീനിൽ കൊന്നൊടുക്കുന്നേ എന്നൊക്കെ പറയും. പക്ഷെ ഇതേ സ്നേഹം ഇവിടെ കാണിക്കില്ല, ഇവിടെ യുക്രൈനിൽ കാണിക്കത്തില്ല. അപ്പൊ ഇതുപോലെ നമ്മൾ മനുഷ്യ സ്നേഹം പറയുന്നുണ്ടെങ്കിൽ എല്ലായിടത്തും മനുഷ്യ സ്നേഹം പറയണം. എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യ ഇവിടെ കാണിക്കുന്ന തെറ്റ് തന്നെയാണ്. പിന്നെ അമേരിക്കയ്ക്ക് ഇത് ചെയ്യാനോ ഇങ്ങനെ ചോദിക്കാനോ അതിനുമേൽ തീരുവ ചുമത്താനോ എന്നുള്ള അധികാരമൊന്നുമില്ല. പക്ഷെ തെറ്റാണെന്ന് തന്നെ പറയും. റഷ്യ കാണിക്കുന്നത് തെറ്റാണ്. യുക്രൈൻ പോലൊരു രാജ്യത്തിനെ, ഒരു സ്വതന്ത്ര രാജ്യത്തിനെ അവരുടെ ഭാഗമാക്കാൻ നോക്കുന്നു. അതിന് മൗനാനുവാദം നൽകുന്ന ഇന്ത്യ, അതായത് നമ്മളിതിലൊന്നും ഇല്ല എന്ന് പറയും. ആ പാവപ്പെട്ടവന്മാരെ എല്ലാം കൊന്നൊടുക്കാൻ ഈ പറയുന്ന വൃത്തികെട്ട രാജ്യത്തിന്റെ കൂടെ കൂട്ടുനിൽക്കുന്നത് ഇന്ത്യ തന്നെയാണ്. അപ്പൊ ഈ റഷ്യയിൽ മരിക്കുന്ന ജനങ്ങൾക്ക് നീതി വേണ്ടേ? റഷ്യയിൽ എന്തുകൊണ്ടാണ് റഷ്യയിൽ മരിക്കുന്നത്? ഈ വിരലെ യുദ്ധത്തിന് പോകുന്നത് യുക്രൈൻകാരാണ്. അങ്ങോട്ട് യുദ്ധത്തിന് എന്തിനാണ് യുദ്ധത്തിന് പോകുന്നത്? അതാണ് പുടിനോട് ചോദിക്കത്. യുക്രൈനാണ് യുദ്ധത്തിന് വന്നത്, അല്ലല്ലോ. റഷ്യ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്? റഷ്യ ലോകത്തെ ഏറ്റവും വലിയ രാജ്യമാണ്. വിജയ് ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ F-35 ഇത് തുടങ്ങിയത്. ചെന്ന് നിൽക്കുന്നത് റഷ്യ യുക്രൈൻ തമ്മിലുള്ള യുദ്ധത്തിൽ ഇന്ത്യയെ തെറിവിളിക്കാൻ വേണ്ടി ആകരുത്. ആരും തെറിവിളിച്ചത്? ഇന്ത്യ തെറ്റ് ചെയ്താൽ, നമ്മുടെ രാജ്യം തെറ്റ് ചെയ്താൽ പറയാൻ പാടില്ല എന്നുള്ളത്. തെറ്റ് ചെയ്താൽ പറയരുത്. അത് രാജ്യദ്രോഹമാണ് വിജയ്. അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ തന്നെ പറയണം. വിജയ് ഇന്ത്യയെ കുറിച്ച് പറഞ്ഞത് ശരിയായില്ല. ഞാൻ രാജ്യദ്രോഹിയാണെന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഇന്ത്യ ചെയ്യുന്ന നിലപാടുകളിൽ ഇന്ത്യക്ക് ഒരു തീരുമാനം എന്ത് തെണ്ടിത്തരം കാണിച്ചാലും അത് പറയാൻ പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഉണ്ട്. രാജ്യത്തിനെതിരെ നിന്നുകൊണ്ട് രാജ്യത്തെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ വിജയ് യുക്രൈനിലേക്ക് പോകണം. അങ്ങനെയാണെങ്കിൽ വിജയ് ഇന്ത്യയിൽ നിൽക്കരുത്. വിജയ്ക്ക് ഇന്ത്യയിൽ നിൽക്കാനുള്ള അവകാശമില്ല. ഇന്ത്യയുടെ ഉപ്പും ചോറും തിന്നുകൊണ്ട് യുക്രൈനെ പറയാനാണെങ്കിൽ വിജയ് ഇന്ത്യ നിൽക്കരുത്. യുക്രൈനെ പറയാനല്ല, ലോകത്തെവിടെയുള്ള മനുഷ്യരെ പറ്റിയാണ് പറയുന്നത്.